രോഹിത്തെ, 2 ദിവസം മുൻപ് 24-ൽ വന്ന ഒരു വാർത്തയാണ്. കേരളത്തിന്റെ 2 ടൂറിസം പദ്ധതികൾക്ക് അംഗീകാരം, 118 കോടി അനുവദിച്ച് സർക്കാർ. ഇതാണ് വാർത്ത. ഈ വാർത്തയില് മുഹമ്മദ് റിയാസിന്റെ പടമാണ്, ചിരിച്ചിരിക്കുന്ന പടം. കൊള്ളാല്ലേ കാണാൻ, ചിരിച്ചിരിക്കുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ റിയാസ് മരുമോൻ എവിടെ നിന്നാണ് ഈ 118 കോടി എന്നുള്ളത് അന്വേഷിക്കണം. പക്ഷെ ഇത് അനുവദിച്ചത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ എന്തിനാണ് ഈ വാർത്ത ഓപ്പൺ ആക്കണം? വാർത്ത ഓപ്പൺ ആക്കി വെബിൽ പോയിട്ട് വായിച്ചാലേ ഏത് സർക്കാരാണ് 155.05 കോടി രൂപയുടെ തുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ വാർത്തയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇത് മാധ്യമങ്ങളെ അറിയിച്ചത്. മുഹമ്മദ് റിയാസിന്റെ പടമുണ്ട്. കേരള സർക്കാർ നിർദ്ദേശിച്ച, ഒന്ന് കൊല്ലത്തും ഒന്ന് മലബാറിലുമായിട്ട് 2 പദ്ധതികൾക്കാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്ര ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് തുക അനുവദിച്ചത്. കാരണം ഉദ്യോഗസ്ഥർക്ക് തുക അനുവദിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. പക്ഷേ സത്യത്തിൽ ഈ 24 മനഃപൂർവ്വം മറന്നതോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് മനഃപൂർവ്വം പറയാൻ മറന്നതോ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ തുക അനുവദിച്ച മന്ത്രിയുടെ പേര് സുരേഷ് ഗോപിയാണ്. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി, കേന്ദ്ര ടൂറിസം സഹമന്ത്രി, പെട്രോളിയം ഉണ്ട്, ടൂറിസം സഹമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവും കൂടി ഇരുന്ന പാനലാണ് ഈ തുക അനുവദിച്ചത്. എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ ഒരു വലിയ സംശയം ഉണ്ടായി. സത്യത്തിൽ ഇത് സുരേഷ് ഗോപിയുടെ അറിവോടെ അല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് പറയാത്തത് എന്ന് വിചാരിച്ച് ഞാൻ സുരേഷ് ഗോപിയായി അടുത്ത് നിൽക്കുന്ന ഒരു ആൾക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതൊരു കൺഫർമേഷൻ അദ്ദേഹമായിട്ടൊന്ന് എടുത്തു തരുമെന്ന്. അദ്ദേഹം തിരിച്ചയച്ച വോയിസ് കേട്ടു. അദ്ദേഹം കൂടി ഇരുന്ന ഒരു മീറ്റിങ്ങിലാണ് ഇത് തീരുമാനമെടുത്തത്. ഇതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപി വരുന്നത്. അങ്ങനെ ഒരു മാന്യത കേരള സർക്കാർ കാണിച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് പറയാം. പക്ഷേ നോക്കൂ, സജി ചെറിയാൻ എന്ന് പറയുന്ന ഫിഷറീസ് മന്ത്രി, കേരളത്തിലെ സജി ചെറിയാന്റെ ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ നിൽപ്പുണ്ട്, അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം കേന്ദ്രം കേരളത്തിന് അനുവദിച്ചു കൊടുത്ത ഏതാണ്ട് 140 കോടി രൂപയുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട തുറമുഖ വികസനവും ഈ മത്സ്യബന്ധന വികസനവുമായി ബന്ധപ്പെട്ട പല പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു. ജോർജ് കുര്യൻ എന്ന കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി, BJP നേതാവ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തി സജി ചെറിയാൻ സംസാരിച്ചു. അത് വലിയൊരു പോസിറ്റീവ് സിഗ്നലാണ്. നോക്കൂ തന്നെ, ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരുമായി യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നാട്ടിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ സാധ്യമാവുകയുള്ളൂ. കേന്ദ്രത്തിന് തുക അനുവദിച്ചു കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ, 2 കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തിൽ നിന്ന് അവിടെ പോയിട്ടുണ്ട്. ഒന്ന് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനായ സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യൻ. ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയ തലങ്ങളിലൊക്കെ ഈ സാധാരണക്കാർക്ക് അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ലെങ്കിലും ഡൽഹി രാഷ്ട്രീയത്തിൽ അദ്ദേഹം BJP അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെയും BJP കേന്ദ്ര സഹമന്ത്രിയാക്കി വെച്ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവരുന്ന പ്രൊജക്റ്റുകൾ ജനോപകാരപ്രദമാണെങ്കിൽ അതിനുവേണ്ടി അവിടെ നിന്ന് തുക അനുവദിച്ചു കൊടുക്കുവാൻ തക്ക പ്രാപ്തിയുള്ളവരാണ്. അതവരത് ചെയ്യുന്നുമുണ്ട്. നോക്കൂ, കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ കേരളത്തെ പാടെ അവഗണിച്ചു എന്ന് പറഞ്ഞു. അവിടെയാണ് 3500 കോടി രൂപയുടെ ഒരു വലിയ വ്യാവസായിക ഇടനാഴി പ്രൊജക്ട് പാലക്കാട് അടുത്ത ബഡ്ജറ്റ് കഴിഞ്ഞ ഉടനെ അവർ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിലുള്ള ചെറിയ 150 കോടി എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുകയാണ്. പദ്ധതികൾ വലിയ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ സ്വന്തം നാട്ടിൽ അവരുടെ മണ്ഡലം നോക്കാതെ, സുരേഷ് ഗോപിയുടെ മണ്ഡലം നോക്കാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ സർക്കാർ വെക്കുന്ന പ്രപ്പോസലുകൾ കൃത്യമായി അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. പക്ഷേ ഇത് മാധ്യമങ്ങൾ മനഃപൂർവ്വം മറയ്ക്കുകയാണ്. ഇവർ BJPയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന BJPയുടെ ജനപ്രതിനിധികളായതുകൊണ്ട്, അല്ലെങ്കിൽ BJPയുടെ മന്ത്രിമാരായതുകൊണ്ട് ആവാം മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരിഞ്ഞത്. അല്ലെങ്കിൽ 24-ന് കേന്ദ്ര സർക്കാർ ഒരു 2 വാക്ക് മുന്നിൽ ചേർക്കാൻ എന്താണ് ഇത്ര മടി? മുഹമ്മദ് റിയാസിന്റെ പടത്തിനൊപ്പം സുരേഷ് ഗോപിയുടെ ഒരു പടവും കൂടി വെക്കാൻ എന്താണ് ഇത്ര മടി? നോക്കൂ, ഇത് മുഹമ്മദ് റിയാസിന്റെ ഭരിക്കുന്ന വകുപ്പ് അവർ വെച്ച റിക്വസ്റ്റാണ്, നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അവർ വെച്ച അപേക്ഷയാണ്. ഇത്തരത്തിലൊരു പദ്ധതി വേണം, ഇതാണ് ഇതിന്റെ പ്രൊജക്റ്റ്. കേന്ദ്ര സർക്കാർ ഇത് പരിശോധിച്ച് തുക അനുവദിക്കുന്നു. ഒരു മന്ത്രിയുടെ പടം വെച്ച 2 പേരും വേണ്ടേ? കേന്ദ്രത്തിൽ ആ മന്ത്രിയായിരിക്കുന്നതിന് മലയാളിയാകുമ്പോൾ ഉറപ്പായിട്ടും വേണ്ടേ? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ അറിയണ്ടേ? എന്നാലല്ലേ അവർക്ക് വീണ്ടും അടുത്ത പ്രൊജക്ടുകളുമായി കേരളത്തെ കൈപിടിച്ചുയർത്താൻ അവർക്കൊരു തോന്നലുണ്ടാകും. ഇത് വാങ്ങിയെടുക്കാനുള്ള ഒരു ത്വര ഇവർ കാണിക്കുമ്പോൾ, ഇത് വലിയ രീതിയിൽ ഇവർ മാർക്കറ്റ് ചെയ്യുമ്പോൾ, അവരുടെ പടം വെച്ച് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിന് സഹായിച്ചവരെ, ഇതിന്റെ യഥാർത്ഥ അവകാശികളെ എന്തുകൊണ്ടാണ് മറക്കുന്നത്? ഈ ചോദ്യം അവിടെ ബാക്കിയാവുന്നത് അതുകൊണ്ടാണ്. നോക്കൂ, സുരേഷ് ഗോപിയോട് ഇവർക്ക് ഇന്നലെ തുടങ്ങിയ ദേഷ്യമോ പകയോ ഒന്നുമല്ല. പ്രത്യേകിച്ച് BJP നേതാക്കന്മാരോട് എന്തുമാകാം എന്നൊരു തോന്നൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ ബാക്കിയുള്ള നേതാക്കന്മാർക്കും ഉണ്ട്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയോട് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയൊരു സുരേഷ് ഗോപി തിരിച്ചു കാണിക്കുന്ന പ്രവൃത്തികളുണ്ടാണെന്ന് പറയും. നോക്കൂ, ഞാനിപ്പോൾ പറയാം, കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന, പോക്കൃതരം കാണിക്കുന്നവൻ ഏവനായാലും
ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ചവറുകളെന്നാണ് അദ്ദേഹം അത് പറയാനുള്ള കാരണം എന്താ? നമുക്ക് എം വി ഗോവിന്ദൻ മാഷ് പാലക്കാട് CPM തോറ്റു, എം വി ഗോവിന്ദൻ മാഷിനെ പുറത്താക്കും എന്നൊരു വാർത്ത കൊടുക്കാൻ എന്താ പറ്റാത്തത്? എടേ, നിങ്ങൾ JP നദ്ദയോടോ നരേന്ദ്രമോദിയോടോ അല്ലെങ്കിൽ പോട്ടെ അമിത്ഷായോടോ അതും പോട്ടെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടോ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ സുരേഷ് ഗോപിയെ ചോദിക്കേണ്ട കാര്യമൊന്നും, നമ്മുടെ BJP നേതൃത്വത്തിന്റെ കാര്യമാണ്. കേന്ദ്രത്തിലിരിക്കുന്ന ആരോടെങ്കിലും വിളിച്ചു ചോദിക്കാനുള്ള ആക്സസ് ഉള്ള ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ കേരളത്തിലുണ്ടോ? ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ്, ഈ ടൈറ്റിൽ അടിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരുത്തരങ്ങ് തോന്നുകയാണ് BJPയോട് എതിർപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ സാധനം വരുന്നുണ്ട്, ഒരുത്തരങ്ങ് അടിക്കും, എക്സ്ക്ലൂസീവ് സുരേന്ദ്രനെ പുറത്താക്കും. ഇതെല്ലാ മാധ്യമങ്ങളും ഏറ്റുപിടിക്കും. നോക്കൂ, ഒരു മനുഷ്യനെ അതല്ല രോഹിത്, അതിനപ്പുറം അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ BJPക്ക് അകത്ത് തന്നെ പുഴുക്കുത്തുകളുണ്ടല്ലോ. മാധ്യമങ്ങൾക്ക് വാർത്തകൾ ചോർത്തി കൊടുക്കുന്ന ചില പാർട്ടിയോട് ഒരു സ്നേഹമില്ലാത്ത കുറവുമാരുണ്ടല്ലോ. സുരേന്ദ്രനെ പുറത്താക്കുമെന്നോ സുരേന്ദ്രൻ രാജ്യസന്നദ്ധ അറിയിച്ചെന്നോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കഥയാണ്. സുരേന്ദ്രൻ അത് നിഷേധിക്കുകയാണ്. അതെ, പാർട്ടി പറയുകയാണ് സുരേന്ദ്രൻ തുടരും. രാവിലെ ബ്രേക്കിംഗ് ആണ്. സുരേന്ദ്രൻ രാജിയിലേക്ക് തന്നെ നോക്കിക്കോ, സുരേന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തുടരും. നോക്കൂ, സുരേഷ് ഗോപി എന്ത് കാണിച്ചാലും കുറ്റമാണ്. പാവം പിടിച്ചവനൊരു ദേശീയ പതാക പിടിച്ചുകൊണ്ട് പോയാൽ അത് കുറ്റം, പുള്ളിയുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഗുരുവായൂരപ്പ എന്ന് വിളിച്ച അത് തെറ്റ്, താടി വെച്ച കുറ്റം, ഷേവ് ചെയ്ത കുറ്റം. അദ്ദേഹം ഷേവ് ചെയ്തപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അനുവാദമില്ല, പുള്ളി തന്നെ പുള്ളിയുടെ പോസ്റ്റർ എടുത്തിരും എൻ്റെ അടുത്ത പടം എന്ന് പറഞ്ഞിട്ട്, അതോടെ വായടച്ചു. ഓക്കെ, അത്തരത്തിൽ ഞാൻ അതിതീവ്രമായ BJP സ്നേഹം കൊണ്ടോ സുരേഷ് ഗോപി സ്നേഹം കൊണ്ടോ സുരേന്ദ്രൻ സ്നേഹം കൊണ്ടോ പറയുന്നൊന്നുമല്ല. ഞാൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ അനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ വേറെ രീതിയിൽ സംസാരിക്കണം. പക്ഷേ ഒരാൾ മാത്രം, ഒരു പ്രസ്ഥാനം മാത്രം വേട്ടയാടപ്പെടുമ്പോൾ അത് പറയാതിരിക്കാൻ സാധിക്കില്ല. സുധാകരനെ പുറത്താക്കുമെന്നൊരു വാർത്ത കൊടുക്കാൻ പറ്റും. സുധാകരന്റെ മുന്നിൽ ചെന്ന സുധാകരൻ കൊടുക്കും ബാക്കി ഗോവിന്ദ മാഷിനെ. അപ്പോ അതവർ സംഘടനാ സംവിധാനമാണ്, ഇവർ വാർത്ത കിട്ടിക്കുകയാണ്. ഇത് നിരന്തരമായി ഇത് തുടരുമ്പോൾ അവർ പ്രതിഷേധം അറിയിക്കുന്നത് തെറ്റാണോ? മറ്റേ പരസ്യവും കൂടെ വേണമല്ലോ ലോകത്തെ നിലനിൽക്കണമെങ്കിൽ സർക്കാരിന്റെ കാല് നക്കിയാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, പിന്നെ അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവർക്ക് വായി തോന്നിയത്, നിങ്ങൾ വായി തോന്നിയത് വാർത്തയായിട്ട് കൊടുത്താൽ അവർക്ക് വായി തോന്നിയത് നിങ്ങളോടും പറയും. അത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഇതാണ്. സുരേന്ദ്രനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ചേരുന്ന ഭാഷയല്ല. ശരിയടേ, അല്ല. ഉത്തരവാദിത്തപ്പെട്ട വാർത്തകൾ കൊടുക്കേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിന് ചേർന്ന പണിയാണോ സുരേന്ദ്രനെ പുറത്താക്കുമെന്ന് വാർത്ത കൊടുക്കാൻ? ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡാറ്റ? അതുകൊണ്ടാണ് ഇത്തവണ 8 നിലയിൽ ഏറ്റവും താഴെ പോയത്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡാറ്റ കിട്ടുന്നത്? ഞാൻ ചോദിക്കുന്നതല്ല. ഇതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പോലും അറിയാത്തൊരു നിസ്സാര പ്രശ്നമായിരിക്കും അത് പുറത്ത് വരുന്നത്. എന്താ തന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടമായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. പാലാരിവട്ടത്ത് UDFന്റെ വലിയ പ്രതിഷേധം നടക്കുന്നു. നമ്മൾ ഈ മാധ്യമപ്രവർത്തകർ ആരോ ഇവിടെ ഓൺലൈൻ മാധ്യമപ്രവർത്തകരോ സാറ്റലൈറ്റ് ചാനലെന്നോ മുൻനിര എന്ത് പേരിട്ട് വിളിക്കുന്നവരായാലും അവരെയൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോൾ കൊല്ലത്ത് നടന്ന പ്രതിഷേധത്തിൽ പിടിച്ചു തള്ളിയതിനെ നമ്മൾ ന്യായീകരിച്ചിട്ടില്ല. മാധ്യമങ്ങളെ പിടിച്ചെള്ളി തെറ്റായി പോയെന്നാണ് പറഞ്ഞത്. പാലാരിവട്ടത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുന്നു. ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതല്ല. ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് എന്താണ് നടക്കുന്നത്, എന്നോട് എൻ്റെ കുടുംബമുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഇറങ്ങി എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ ഭയങ്കര പ്രതിഷേധവും ഭയങ്കര സംഭവങ്ങളും നടക്കുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് ചാനലിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ നിൽക്കുമ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിലെ അല്ല ഞാൻ നോക്കുമ്പോൾ മൊബൈലിൽ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു പയ്യൻ മൊബൈലിൽ. ഇവിടെ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ ഇവർ തമ്മിൽ ഒരു ബസ് തടഞ്ഞിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൻ്റെ പേരിൽ അടിയായി, പരസ്പരം പിടിച്ചൊല്ലടിയായി. ഈ മൊബൈൽ ഫോണിൽ ലൈവ് പോകുന്ന പയ്യൻ്റെ കരണക്കുറ്റി നോക്കി ഒരുത്തന്നെ അടി കൊടുത്തു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ, ഇവൻ ഒരു പക്ഷേ ഈ പാർട്ടി പേജുകളുണ്ടല്ലോ അതിൻ്റെ വല്ല ലൈവ് ഇടുന്നവരായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ തല്ലുണ്ടായത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയി. ഈ അടിക്കുന്ന വിഷ്വൽസൊക്കെ എൻ്റെ കയ്യിലും കിട്ടി, ചാനലുകാരൊക്കെ ടെലികാസ്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മാറി ഇവൻ വേറൊരു റിപ്പോർട്ടറുമായിട്ട് സംസാരിച്ച് നമുക്ക് പരിചയമുള്ള ഓൺലൈൻ മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓൺലൈൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇവൻ നിൻ്റെ ക്യാമറമാനാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ അല്ലേ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴാണ് ആ റിപ്പോർട്ടർ ഇവൻ പറയാതിരിക്കുക ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചു. അടിച്ചോന്ന് ചോദിച്ചു. അടിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോയിട്ട് ഈ ബസ്സുകാരനോട് ഈ റിപ്പോർട്ടർ തട്ടി കയറാം, ഞാൻ അവനൊപ്പം നിൽക്കാം. ഈ സകല സാറ്റലൈറ്റ് ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തു. എന്താണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ നേരെ കയ്യേറ്റം, വലിയ പ്രശ്നത്തെ. ഒരാൾ പോലും അവനോട് നീ എന്തിനാ അവനെ അടിച്ചത് ചോദിച്ചില്ല. ഒരു 50ഓളം മാധ്യമ പ്രവർത്തകരുണ്ട് അവിടെ, ക്യാമറമാന്മാരും റിപ്പോർട്ടർമാരുമായിട്ട്. ഒരാൾ പോലും അവന് കാരണം എന്താ, അവൻ ഓൺലൈൻ മാധ്യമത്തിലെ ക്യാമറ. അതേസമയം തിരിച്ച് നമ്മുടെ മുന്നിലാണ് മറ്റൊരു ഇതുണ്ടാവുന്നത്, നമ്മൾ ഉറപ്പായിട്ടും അവൻ്റെ കൂടെ നമ്മൾ പ്രതികരിക്കും. ഇതിനുശേഷം ഇവിടെ BJPയുടെ ഞാൻ വേറെ ഒരു BJPയുടെ എറണാകുളത്ത് ഒരു മാർച്ച് നടക്കുക. അപ്പോൾ BJP കേരളത്തിൻ്റെ ഏതോ ഒരു പേജിൻ്റെ ഒരു പയ്യൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവൻ എന്തോ 24-ൻ്റെയോ ഏതോ ഒരു ക്യാമറമാൻ റിപ്പോർട്ടറെ പുറത്തുകൂടി ഈ ക്യാമറ എടുത്ത് ഈ മൈക്ക് എടുത്ത് ഇങ്ങനെ പിടിച്ചു. അവർക്ക് ഒരു തടസ്സമില്ല, അവനത് ഇഷ്ടപ്പെട്ടില്ല, അവനെ പിടിച്ചു തള്ളി. ഈ റിപ്പോർട്ടർ ഇയാളെ പിടിച്ചു തള്ളി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓൺലൈൻ അപ്പോൾ ഞാൻ ചേട്ടാ പിടിക്കലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി ചോദിച്ചു പാർട്ടിക്കാരനാണ്. പക്ഷേ ഇവൻ പാർട്ടിക്കാരോട് ഇവൻ്റെ മാന്യത ഇവിടെ വെച്ച് സംസാരിച്ചത് മറ്റോമാരെല്ലാം ഒറ്റക്കെട്ടാ. അയക്കോ, നിങ്ങൾ അയക്കോ,
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊടി കെട്ടിയവന്മാർ ഈ മുൻനിര മാധ്യമങ്ങളിലെ കൊടി കെട്ടിയ സാറുമാർക്ക് അവസാനം ഈ ഓൺലൈൻ ചാനലിൽ വന്നിരിക്കേണ്ടി വന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ നമ്മുടെ ആ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട മല്ലപ്പള്ളി ഒരു ഒരു പ്രതിഷേധം നടക്കണം. അപ്പോൾ അത് ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നവകേരള ന്യൂസിൽ നിന്നാണെന്ന് ലോകത്തുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പോയ സമയത്ത് മനോരമയുടെ പേരെനിക്കറിഞ്ഞൂടാ, മനോരമയുടെ റിപ്പോർട്ട് നമ്മുടെ ക്യാമറാമാൻ ഈ മൊബൈൽ ഇത് നമ്മുടെ ട്രൈപോഡ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഉടനെ നമുക്കത് കിട്ടുന്നു എന്ന് കണ്ടതുകൊണ്ടിട്ടാണോ എന്താണെന്ന് അറിയാം, ഇയാൾ പിടിച്ചങ്ങ് ക്യാമറാമാനെ തള്ളിയപ്പോൾ മൊബൈൽ അങ്ങ് താഴെ പോയി. ചവിട്ടുന്നതിന് മുന്നേ മൊബൈൽ എടുത്തിട്ട് ക്യാമറാമാൻ തിരിച്ച് പ്രതികരിച്ചപ്പോഴുണ്ട് ഈ ഓൺലൈൻ പ്രമുഖ മാധ്യമക്കാരെല്ലാം ഈ ക്യാമറാമാനെ തല്ലാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ കാര്യം എന്താ, നമ്മുടെ ഭാഗത്തല്ല തെറ്റ് അവരുടെ ഭാഗത്ത്. അതായത് നമ്മൾ ഓൺലൈൻ വീഡിയോ ആണ്, നമ്മുടേത് എത്ര പേര് കാണും, ഞങ്ങളുടേത് കാണാനാണ് ജനങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ എവിടെ ആർക്കും വേണ്ട. പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന കൊടി കെട്ടിയവന്മാരൊക്കെ ഒരു സമയത്ത് ഓൺലൈനിൽ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോയവരാ, തിരിച്ചങ്ങോട്ട് തന്നെ വരാനുള്ളവരാ, തിരിച്ച് ഓൺലൈനിലേക്ക് തന്നെ വരാനുള്ള. അതുകൊണ്ട് ഇത് ഒത്തൊരുമയോടെ നിങ്ങൾ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനമാണ്, നമ്മൾ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനം. നമ്മൾ തുടങ്ങിയത് സുരേഷ് ഗോപി, മുഹമ്മദ് റിയാസിലാണ്. ഞാൻ മറന്നുപോയിട്ടല്ല, പക്ഷെ പറയാതിരിക്കാൻ വയ്യ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. എന്തായാലും നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മോശം ചെയ്താൽ മോശം കിട്ടും. അതുകൊണ്ട് നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും കേരളത്തിലെ വലിയ വികസനങ്ങളിലേക്ക് നയിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകുന്ന 2 കേന്ദ്രമന്ത്രിമാർക്കും കേരളത്തിലെ അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന കേരളത്തിലെ മന്ത്രിമാർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും.